നമസ്കാരം. വീണ്ടും മണി പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. രാവിലെ മാർക്കറ്റ് നെഗറ്റീവിലാണ് ഓപ്പൺ ആയത്. ഞാൻ സംസാരിക്കുമ്പോൾ 94 പോയിന്റ്സ് പ്ലസിലാണ് ഇരിക്കുന്നു. ഇങ്ങനെയാണ് ഇന്നത്തെ ഡേ ക്ലോസ് ആകുമെന്ന് എനിക്ക് പറയാൻ പറ്റൂല. പക്ഷേ ഡെഫിനറ്റ് ആയിട്ട് നല്ല ക്ലോസ് ഇന്ന് ഇരുന്നാലും പെട്ടെന്ന് മാർക്കറ്റ് 90 പോയിന്റ്സ് തിരികെ തരും. മാർക്കറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കും. ഇറ്റയിലും FBIസും വിൽക്കുന്നു. ആദ്യത്തെ 3 ദിവസം FBI വിറ്റ് കാശ് എടുത്തുകൊണ്ട് പോയത് ഈസ് മോർ ദാൻ ദി എൻറ്റിയർ നവംബർ മാസം FBI വിറ്റതാണ്. അതായത് നവംബർ മാസം ഫുള്ളാ വിറ്റ് കാശ് എടുത്തിട്ട് പോയതിനെ കാട്ടിലും ആദ്യത്തെ 3 ദിവസത്തിൽ കൂടുതൽ കാശ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. രൂപ വിഴുന്നുകൊണ്ടേ ഇരിക്കുന്നു. 90 രൂപ 40 പൈസ വരെ ഇറങ്ങിയിരിക്കുന്നു. കാശ് വെളിയിൽ ഓണതിൻ്റെ ഒപ്പം രൂപ താഴെ വിഴുന്നുകൊണ്ടേ ഇരിക്കുന്നു. 12,020 രൂപ വരയ്ക്ക് സ്വർണം ഇരിക്കുന്നു. 40 രൂപ കുറഞ്ഞിട്ടുണ്ട് എതിർനോക്കി തന്നെ. പക്ഷേ സ്വർണത്തിൻ്റെ വില 12,000-ൻ്റെ മുകളിൽ തന്നെ ഇരിക്കുന്നു. പക്ഷേ 24 ക്യാരക്ടർ വന്നിട്ട് 13,000-ൻ്റെ അടുത്തിരിക്കുന്നു ആണ് സ്വർണത്തിൻ്റെ നിലവാരം. ഇപ്പോൾ ജപ്പാനിൽ ബോണ്ടിൻ്റെ ഈൽഡ് കയറിക്കൊണ്ടേ ഇരിക്കുന്നു. 10 ഇയർ ബോണ്ടിൻ്റെ ഈൽഡ് 1.9 അടുത്തിരിക്കുന്നു. 2 കഴിഞ്ഞു പോകും എന്ന ഒരു പേടിയുമുണ്ട്. പിന്നെ അത് ഒരു ബ്രേക്ക് ഔട്ട് പോയിന്റ് ആയിട്ട് മാറും. 2 കഴിഞ്ഞു പോയെങ്കിൽ 1995-ൻ്റെ ലെവലിൽ പോകും. 30 വർഷത്തിൻ്റെ മുമ്പ് ഇരുന്ന ലെവലിൽ പോകും. അത് ഇന്ത്യയിൽ ഒരുപാട് ഗവൺമെൻറ് കമ്പനികൾ ജപ്പാനിൽ ഇരുന്നാണ് കടം വാങ്ങിയിരിക്കുന്നു. അവർക്കൊക്കെ അവിടെ വഡ്ഡി കയറും. ഇത് ഫാക്റ്റാണ്. ഇന്ത്യ ഫുള്ളായിട്ട് ഇൻഡിഗോ പ്ലെയിൻ പ്രോബ്ലത്തിലാണ് ഇരിക്കുന്നു. നോർമലാ പ്രസ് വന്നിട്ട് PR എയർ ഇന്ത്യനെ റാൻഡാക്ക് ചെയ്യും. പക്ഷേ ഇന്ന് ഹിന്ദു പേപ്പറിൻ്റെ ആദ്യത്തെ പേജിൽ തന്നെ ഇന്നലെ ഹിന്ദിക്ക് 200 പ്ലെയിൻ ക്യാൻസലാണ്. അതിൻ്റെ മുമ്പേ പറഞ്ഞായിരുന്നു എയർബസിൽ പ്രോബ്ലം ഇരിക്കുന്നു. A320-യിൽ 49% ഓഫ് ദി പ്ലെയിൻ മാത്രം തന്നെ ടൈമിൽ ഇരിക്കുന്നതായിട്ടും അല്ല പ്ലെയിൻ 5 അവർ 8 അവറിൽ ഇരിക്കുന്നു. ഇത് കാരണം ഇന്നലെ ഇന്ത്യയുടെ എയർ ട്രാഫിക് സിസ്റ്റം ഇന്നലെ കേസിലാണ് ഇരുന്നത്. ഇത് തമിഴ്നാട്ടിലില്ല, നോർത്ത് ഇന്ത്യയിലും ഈ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇത് എന്താണെന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. 2 കാരണങ്ങൾ ഇരിക്കാം. ഒന്ന് പൈലറ്റിൻ്റെ സ്ട്രൈക്കായിരിക്കാം, അതുമല്ലാതെ A320 ആ സോഫ്റ്റ്വെയറിൻ്റെ പ്രോബ്ലമാവും ഇരിക്കാം എന്നും ചില ആൾക്കാർ പറയുന്നു. സോ ഇനി ആരെങ്കിലും പ്ലെയിനിൽ പോകുന്നത് പോലെ ഉണ്ടെങ്കിൽ ഇൻഡിഗോയിൽ പോകണമെങ്കിൽ മുമ്പേ അതിനെ നന്നായിട്ട് ചെക്ക് ചെയ്തുകൊണ്ട് ഇത് ശേഷം നിങ്ങൾ പോകുന്നതാണ് നല്ലത്. ഇൻഡിഗോ സ്റ്റോക്ക് ഡെഫിനറ്റായിട്ട് വിழுന്നിരിക്കും. സോ ഇതാണ് ഇൻഡിഗോയെക്കുറിച്ചുള്ള ന്യൂസ്. IBMൻ്റെ ചീഫ് എന്ത് പറയണമെന്ന് വെച്ചാൽ ഇത്രയും ട്രില്യൺ ഡോളർ കൊടുത്ത് ഡേറ്റാ സെൻറ്റർ കെട്ടിയതിൽ യൂസ് ഒന്നുമില്ല എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ആദ്യത്തെ പ്രാവശ്യം IT ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ AI വന്നിട്ട് ഒരു ഫെൻസിയിലിരിക്കുന്നു പറയണത്. ഇത് ആദ്യത്തെ പ്രാവശ്യമാണ്. ഇത് തന്നെ ആദ്യത്തെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഇന്ത്യയിലിരിക്കുന്ന എയർലൈൻസ് മാർക്കറ്റിലും നടക്കുന്ന കാര്യങ്ങൾ. ഈ വർഷം ഒരുപാട് ഡെവലപ്മെൻറ്റ് ഇരിക്കുന്നു. വയസ്സൂചിയായിരുന്നാലും ട്രെൻഡിനെ കൺസിഡർ ചെയ്യേണ്ടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതിനെ കൺസിഡർ ചെയ്യേണ്ടാമെന്നാണ് പറയുന്നു. പക്ഷേ ട്രെൻഡിനെ കുറിച്ച് ഒരുപാട് വട്ടം ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ കൂടെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് നിങ്ങൾ ഓർമ്മിക്കണം. ട്രെൻഡ് ഇന്ന് 41% ഡൗൺ ആണ്. ഇന്നും അത് ടു കോസ്റ്റ്ലി ആണ്. ഇവിടെ ഇരുന്ന് ഒരു 50% താഴെ വീഴുന്ന നോക്കാം. ഇപ്പോൾ ഇതിനെ കൺസിഡർ ഒന്നും ചെയ്യേണ്ട എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നു. മാർക്കറ്റ് അതിനെ ഓവറായിട്ട് കയറ്റി വിട്ടു. ഇപ്പോൾ അതിനെ കറക്ഷൻ പ്രോസസ്സിലാണ് വെച്ചിരിക്കുന്നത്. നാറ്റ്കോയിനെ കുറിച്ച് ഹൈലി ക്രിട്ടിക്കലായിട്ട് ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോയിന്റ്സ് തന്നെ അവർ പറഞ്ഞിരിക്കുന്നു. ഗവൺമെൻറ് പോയെങ്കിൽ അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ അഗ്രോ കെമിക്കൽ ക്ലോറോഫിൻ പ്രോഡക്റ്റിനെ വെച്ച് തന്നെ അവർ മാനേജ് ചെയ്യണം. ഇത് കാരണം അവർക്ക് 2027-ൽ സെയിൽസ് വളരെ നന്നായി ഇരിക്കത്തില്ല എന്ന് പറയുന്നു. ഒരു പിന്നും എന്ത് പറയണമെന്ന് വെച്ചാൽ സെമി ഗ്ലൂട്ടൈഡ് ഞങ്ങൾ റെഡിയായിരിക്കുന്നു. ഇതുപോലെ ഗിദ്ദീസ് ഫാം എന്ന് പറയുന്ന ടാബ്ലറ്റിനെയും അവർ റെഡിയായി ലോഞ്ച് ചെയ്തിരിക്കുന്നു. ഇതൊക്കെ 0 റവന്യൂ വച്ചാണ് ഇവർ ആ റേറ്റിനെ പറയുന്നത്. ഇത് വന്നിട്ട് ഒരു സൈക്ലിക്കൽ സ്റ്റോക്കാണ് എന്നാണ് അവർ പറയണോ. അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കൻ കമ്പനി അക്വയർ ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിച്ചായിരുന്നു. അതിനും അവർ റവന്യൂയെക്കുറിച്ച് കാൽക്കുലേഷൻ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ പൊരുത്തമ്പോട്ടിൽ ഇത് ചീപ്പായ സ്റ്റോക്കാണ്. 50% സെയിൽ അമേരിക്കയിൽ നടക്കുന്നു. രൂപ വന്നിട്ട് അതിപാതാളത്തിന് പോണത് കാരണം നമ്മൾ ധൈര്യമായിട്ട് അക്വയറിനെ കൺസിഡർ ചെയ്യാം എന്നതാണ് എൻ്റെ കോൺസെപ്റ്റ്. അടുത്തതായിട്ട് ടാറ്റ ഓട്ടോ കോമ്പണൻസ് എന്ന കമ്പനി വന്നിട്ട് സ്വീഡിഷ് കമ്പനീനെ കംപ്ലീറ്റ് ആയിട്ട് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഈ പ്രോസസ്സ് മുമ്പേ ഇരുന്നായിരുന്നു. ഈ പ്രോസസ്സിനെ കംപ്ലീറ്റ് ചെയ്തു.
ഫുൾ കമ്പനിയുടെ അവർ വിളിങ്ങിയിരിക്കുന്നു. ടാറ്റ ഓട്ടോ കോമ്പണൻസ് എന്ന് പറയുന്നത് ടാറ്റ സൺസിന്റെ സബ്സിഡറി ആണ്. ഇന്നും IPO ഇട്ടില്ല. ഇത് കാരണം ഇത് വന്നിട്ട് ടാറ്റ സൺസിന്റെ ഒരു ഫുൾ സബ്സിഡറി ആണ്. ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് കമ്പനികൾ അവരെടുത്തുണ്ട്. ടോട്ടലായിട്ട് ടാറ്റ സൺസിന്റെ സബ്സിഡറി തന്നെ 100ന്റെ മുകളിലിരിക്കും എന്നതിന് നിങ്ങൾ ഓർമ്മ വച്ചിരിക്കണം. ഇത് ടാറ്റ ഓട്ടോ കോമ്പണൻസ് ആണ്. ഈ ബാലാജി JLRന് CEO ആയ ശേഷം ഇവിടെ ഇരിക്കുന്ന പബ്ലിസിറ്റി ചീഫായിരിക്കുന്ന ആളിന് ഗവൻ എന്ന ആളിന് സെക്യൂരിറ്റീനെ വെച്ച് എസ്കോർട്ട് ചെയ്ത് ഓഫീസ് ഔട്ട് വെളിയിൽ അയച്ചായിരുന്നു. ഇത് പ്രൈമറി ആൻഡ് അഡ്വർടൈസ്മെന്റ് ഫെയിലിയറിന് ഇവർ തന്നെ റെസ്പോൺസിബിൾ. അതേസമയം സൈബർ അറ്റാക്കിലിരുന്ന് റിക്കവർ ആവുന്ന സമയം അല്ലെങ്കിൽ CEO-ന് അവർ കടത്തി വിട്ടായിരുന്നു. ഇതാണ് PB ബാലാജിന് ടേൺ അറൗണ്ട് ചെയ്യാൻ ഒരു ടഫ് ടാസ്കാണത് എന്ന് പറയുന്നു. അടുത്തതായിട്ട് ഓപ്പൺ AI എന്താണ് പറഞ്ഞിരിക്കുന്നു എന്നാൽ ഞങ്ങൾ ടാറ്റയുടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവരൊപ്പം ഞങ്ങൾ AI സെക്ടർ ഇടാൻ പോകുന്നുവെന്ന് ഗോഹർമേരിക്കും TCS-ഉം TGP ഫണ്ടും ടൈപ്പ് ചെയ്ത് AI ജോയിന്റ് വെഞ്ചർ ചെയ്യാൻ പോണതായിട്ട് പറഞ്ഞായിരുന്നു. TPG ഗ്രൂപ്പ് തന്നെ ടാറ്റ ഇലക്ട്രിക് വെഹിക്കിളിലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. കാരണം TCS വന്നിട്ട് AI ഡേറ്റാ സെന്റർ TPG ഗ്രൂപ്പ് ചെയ്യേണ്ടതിൽ അടുത്ത സ്റ്റെപ്പിൽ പോയിരിക്കുന്നു. ഇൻഫോസിസ് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റേഴ്സ് ഇന്ത്യയിൽ ഇരിക്കുന്ന ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റേഴ്സിൽ AI യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫോസിസ് സർവീസസ് കൊടുക്കാൻ പോകുന്ന പോലെ അവരുടെ ബിസിനസ്സിന് നല്ലൊരു വാല്യൂ ആഡഡ് പോയിന്റഡായി വരും എന്നാണ് അവർ ഫീൽ ചെയ്യുന്നു. ഗോൾഡ് ലോണൊക്കെ കയറിയ കാരണം കാവാശി തന്നെ ഗോൾഡ് ലോണിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. മുത്തൂറ്റ് ഫൈനാൻസ് വന്നിട്ട് ഈ വർഷം ഡബിൾ ആയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് വട്ടം കൺസിഡർ ചെയ്തായിരുന്നു. ഇതിൽ 100% റിട്ടേണിന് മുകളിൽ തന്നെ വന്നായിരുന്നു. ഇനി ഇത് എത്രയും കയറുമെന്ന് ചോദിച്ചാൽ ഇനി ഇത് കയറത്തില്ല. പുറത്തെ മട്ടിൽ ഗോൾഡ് പോയ വർഷത്തിനെ പോലെ കയറൂല, കുറേ കയറും. അത് തീർച്ചയായിട്ടും കയറും. ജനങ്ങൾ ഗോൾഡ് ലോണിൽ വെച്ച് വാങ്ങുന്നതും തീർച്ചയായിട്ടും വാങ്ങും. ഞാൻ ഇതിനൊരു നല്ലൊരു ന്യൂസായിട്ടാണ് കാണുന്നു. വന്നിട്ട് ഹാർമൻ TPSന്റെ ഓപ്പറേഷൻസിനെ വാങ്ങാൻ IT ഓപ്പറേറ്റർ വാങ്ങിയ ഓപ്പറേഷൻ മാറ്ററിനെ അവർ കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. ദാറ്റ് ഈസ് അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുമ്പോൾ ഇന്ത്യയിൽ തന്നെ LPGന്റെ വില കുറഞ്ഞില്ലെങ്കിലും അതുപോലെ ഇന്ത്യയിൽ LPGയുടെ വില കുറഞ്ഞില്ലെങ്കിലും അലുവിൽ കാർഗോ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നു. LPG സിലിണ്ടർ 4 കാർഗോനെ വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നു. ഇന്ത്യയിൽ ടയർ 2 ടയർ 3 ടൗൺസ് ഇരിക്കുന്ന ഹെഡ് ഉസ്കെ പോർട്ട്ഫോളിയോ ആണ് ഇടുന്നു എന്ന ഒരു ന്യൂസും വന്നിട്ടുണ്ട്. സേഫായിട്ട് റിയൽ എസ്റ്റേറ്റ് പോലെ സ്ഥലത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവർ ഇപ്പോൾ മാറ്റി സ്റ്റോക്ക് മാർക്കറ്റ് പോലെ സ്ഥലങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. മാർക്ക് ഫീബർ എന്ന ആള് ഗ്ലോബൽ ബൂം ഡൂം റിപ്പോർട്ട് എഴുതുന്ന ആളാണ്. ലാൻഡിലുള്ള സ്വിസിൻ്റെ ആളാണ്. വലിയൊരു ഇൻവെസ്റ്റർ. ഒരു ബിസിനസ് സ്റ്റാൻഡേർഡിൽ കൊടുത്ത ഒരു റേറ്റിൽ ഇന്ത്യയിൽ 2026 വലിയ റിട്ടേൺസ് വരത്തില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ ടാരിഫ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ന്യൂസാണ്. റുപ്പി വീക്കായിരിക്കുന്നു. ഇത് കാരണം ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് ഡൈവേഴ്സിഫൈ ചെയ്ത് വെളിനാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ബട്ടൺ റിട്ടേൺസ് വരും എന്ന് അവർ ബിസിനസ് സ്റ്റാൻഡേർഡിൽ ഒരു പേട്ടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ 2 വർഷത്തിന് മുമ്പേ തന്നെ ഡൈവേഴ്സിഫൈ ചെയ്തായിരുന്നു. ഇപ്പോൾ ഒരു പുതിയ ഡ്രഗിനെ ലോഞ്ച് ചെയ്തിരിക്കുന്നു. മീ പ്രോബ്ലം ആർത്രൈറ്റിസ് 3നും യൂസ് ആകുന്നതാണ്. 3ഉം ഈ ബോണിൻ്റെ റിലേറ്റഡിലുള്ള ഒരു മരുന്നാണ്. യുജാസ് വന്നിട്ട് ഇൻഡസ്ഇൻഡ് ബാങ്കിൽ ഒരു പുതിയ പാർട്ട്ണർ വന്നാൽ എടുക്കും. പക്ഷെ അവരെ സ്റ്റേക്ക് അവർ കുറയ്ക്കണത് പോലെ ഇല്ല. ഒരു RBI അടുത്ത് പറഞ്ഞതുപോലെ ആവശ്യപ്പെടുവാണെങ്കിൽ അവർ സ്റ്റേക്കിനെ കയറ്റാനും അവർ റെഡി ആയിട്ടാണ് ഇരിക്കുന്നത്. കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും പാർട്ട്ണർ വന്നായിട്ട് അവരെ എടുക്കും. ബ്ലിക് സെക്ടർ ബാങ്കിൻ്റെ സ്റ്റോക്കൊക്കെ കാറ്റി ഇറങ്ങിയിരിക്കുന്നു. ഇത് ഇറങ്ങുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എല്ലാ ആൾക്കാർ കനറ ബാങ്കിനെ കൺസിഡർ ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വരണ മുമ്പ് ഈ ഗവൺമെൻറ് ഈ ബാങ്കിൻ്റെ വാല്യൂസിനൊക്കെ കാറ്റടിച്ച് കയറ്റും. നിങ്ങൾ കുറയ്ക്കാൻ പോകുന്നു, ബഡ്ജറ്റിൽ ബിൽ പാസ്സാക്കാൻ പോകുന്നു, ടെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമെന്നൊക്കെ പറയും. അപ്പോളേ പറഞ്ഞായിരുന്നു മാനേജ്മെൻറ്റ് കൺട്രോൾ ഗവൺമെൻറ് വിട്ടിന് വെളിയിൽ പോയില്ലെങ്കിൽ കമ്പനിയൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യൂല. മാനേജ്മെൻറ്റ് കൺട്രോൾ IAS ഓഫീസറിൻ്റെ അടുത്ത് ഇരിക്കുന്നവരേക്കും പബ്ലിക് സെക്ടർ ബാങ്കൊക്കെ ശരിയായിരിക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് രാവിലെ കാറ്റിനെ ഇറക്കി വിട്ടിട്ടുണ്ട്. ഇന്നും പെട്ടെന്ന് ഇരിക്കുന്ന കാറ്റ് മൊത്തത്തിനെ അവർ തീർക്കും. കാരണം പബ്ലിക് ബാങ്കിൻ്റെ സ്റ്റോക്കൊക്കെ അടി വാങ്ങിയിരിക്കുന്നു. ഇന്നും അത് നാളെ തന്നെ പോകും. ഇതൊക്കെയാണ് ന്യൂസ്. കെട്ടി ഇറങ്ങുന്ന സമയം പട്ടാസ് ലിസ്റ്റിരിക്കുന്ന സ്റ്റോക്കിനെ നിങ്ങൾ നോക്കി കൺസിഡർ ചെയ്യാം. നന്ദി, നമസ്കാരം.